ഹായ് ഓൾ. അപ്പോൾ അതെ എന്നത്തെ പോലെ തന്നെ ഞാൻ കോളേജിലെത്തി കേട്ടോ. രാവിലെ ഫസ്റ്റ് 2 പീരീഡ് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ പട്ടാളങ്ങളും കൂടി നേരെ ക്യാൻറ്റീനിലോട്ട് പോവുകയാണ്. ക്യാൻറ്റീനിൽ ഇന്ന് എൻ്റെ വക ട്രീറ്റാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അങ്ങനെ ഞാൻ 30 വയസ്സിൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ഞാനും അക്ഷരയും ഫസ്റ്റ് ക്ലാസ്സിലോട്ട് വന്നു കേട്ടോ. എന്നിട്ട് അവർ പുറകെ വരുവാണ്. അത് കഴിഞ്ഞ് ഇന്നിനി ഇത്രയല്ലേ ഉള്ളൂ പരിപാടി എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് വിഷമിച്ച് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കുമാണ് രാത്രി ഇവരുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എൻട്രി കേട്ടോ. നമ്മൾ ലൈഫിൽ നമുക്ക് സർപ്രൈസസ് കിട്ടും എന്നറിയാം എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ കിട്ടും എന്നുണ്ടെങ്കിലും നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറച്ച് പേര് കാണുമല്ലേ, നമുക്ക് സർപ്രൈസ് തരും എന്ന് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത കുറച്ച് പേര് കാണും. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കുറച്ച് ആളുകൾ കാണത്തില്ലേ, ആ കാറ്റഗറിയിലായിരുന്നു കേട്ടോ ഞാൻ ഇവരെ കൊണ്ടു കടന്നത്. കാരണം ഞാൻ ഒരു നെഗറ്റീവ് സെൻസിലും അല്ല പറയുന്നത്, കാരണം നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇവരുടെ നിന്ന് നമുക്കൊരു സർപ്രൈസ് കിട്ടും എന്നുള്ളത്. പക്ഷേ ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സർപ്രൈസ് ആയി പോയി കേട്ടോ. നിഷാദ് സർപ്രൈസ് ആയിട്ട് ലീവിന് വന്നാലോ എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് അതുക്കും മേലെ ആയിരുന്നു ഗായ്സ്. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നറിയില്ല, എൻ്റെ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലാവുമെന്നും എനിക്കറിയില്ല. എനിക്ക് അത്രയും ഹാപ്പി ആയിട്ടോ. ഞാൻ പുറമേ അണിക്കുന്നില്ലെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് ഇവരെല്ലാവരും പരിചയപ്പെടുത്തി തരാം കേട്ടോ. നിൽക്കുന്നത് കണ്ടോ, അതെൻ്റെ പാപ്പച്ചയുടെ അനിയനാണ് പപ്പ. പിന്നെ ഇത് പപ്പയുടെ ഫാമിലിയാണ്, പപ്പയുടെ വൈഫും മോളും മോളുടെ ഹസ്ബൻഡും പിന്നെ പപ്പയുടെ മൂത്ത മോളുടെ മോനും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് കേക്ക് എനിക്ക് എല്ലാവരും വായിൽ വെച്ച് തരുവാണേ ഗായ്സ്. അയ്യോ, എനിക്കത് പറഞ്ഞറിയിക്കാൻ അറിയില്ല ഗായ്സ് ആ ഫീലിങ്. പപ്പയൊക്കെ എനിക്ക് അങ്ങനെ തരുന്നത് പണ്ടെങ്ങാണ്ട് കുഞ്ഞിലെ എങ്ങാണ്ട് തന്നിട്ടുള്ളൊരു ഓർമ്മയുള്ളൂ കേട്ടോ എനിക്ക്. ഞാൻ ഇത്രയും മുതുക്കിയായതിന് ശേഷം ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത്. എന്നിട്ട് എൻ്റെ വാമി അവരോടെയൊക്കെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ. കാരണം അവൾക്ക് ഞാനും ഉമ്മായും മാത്രമല്ലേ ഉള്ളൂ, ഞങ്ങളെ തന്നെയല്ലേ മാറി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെ കണ്ടപ്പം വാമിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അവൾ പിന്നെ അവരോട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു കേട്ടോ. എന്തിനൊക്കെ കുറിച്ചോ ഞങ്ങൾ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് അവർക്ക് കൊല്ലത്ത് പോകാനുള്ളതുകൊണ്ട് അവർ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങിയേ. എനിക്കൊന്നും പറയാനില്ല ഗായ്സ്, ഇതൊക്കെ തന്നെയാണ് സന്തോഷം. ഇത്രയും സന്തോഷത്തിൻ്റെ ഇടയിലും ഞാൻ മിസ് ചെയ്ത ഒരാളെ ഉള്ളു കേട്ടോ, എൻ്റെ വാപ്പിച്ചായെ. അപ്പോൾ എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. എനിക്കിങ്ങനെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയണമെന്നുണ്ട്, പക്ഷേ ലിസ്റ്റ് തീരത്തില്ല. അപ്പോൾ നമുക്ക് ഹാപ്പി ഫേസസ് എല്ലാം കണ്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.